بسميهم همدم سلام ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കണ്ടില്ലേ, ഇന്ന് നമ്മൾ തറവാട്ടിൽ ഇന്ന് വലിയൊരു പരിപാടിയാണ് കേട്ടോ. ഉമ്മയും ഉപ്പയും അമ്മയും കൂടെ ഉംറക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കാണ് കേട്ടോ. മൗലൂദുണ്ട്, കുടുംബങ്ങളെല്ലാവരും വരുന്നുണ്ട്, ഉമ്മാൻ്റെ ഫാമിലി മൊത്തം വരുന്നുണ്ട്. അതുപോലെ ഞങ്ങളെല്ലാവരും മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ അങ്ങനെ എല്ലാവരും ഉണ്ട്, അയൽവാസികളുണ്ട്. എല്ലാവരും കൂടെ ചേർന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഇന്ന് വീട്ടിൽ തയ്യാറാക്കുന്ന ചിക്കൻ മധുഹൂത്താണ് കേട്ടോ. മധുഹൂത്ത് ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അമ്മായിൻ്റെ മോൾ തന്നെയാണ് വെക്കുന്നത്. ഉപ്പാൻ്റെ നമ്മളെ മോളാണ് വെക്കുന്നത്. പിന്നെ അളിയനും കൂടിയിട്ട് ഷാംഖാനും മൂത്ത അളിയനും ഞങ്ങളെ മൂത്ത അളിയനും കൂടെ കൂടിയിട്ടാണ് വെക്കുന്നത്. ഇത് സവോള ചെറുതായി കട്ട് ചെയ്തത് പൊടിയായിട്ട്, അതുപോലെ ക്യാരറ്റ് പൊടിയായി അരിഞ്ഞതും, റെഡ് ക്യാപ്സിക്കം, അതുപോലെ ഗ്രീന് ക്യാപ്സിക്കവും കൂടെ പൊടിയായി അരിഞ്ഞതാണ് കേട്ടോ. ഇതെല്ലാം കൂടെ മുഴുവനായിട്ടും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അളിയനും താത്തയാണ് ഉണ്ടാക്കുന്നത്, ഞാൻ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇൻഷാല്ലതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ വ്ളോഗിലോ എൻ്റെ കുക്കിംഗ് ചാനലിലോ എന്തിലെങ്കിലും ഉൾപ്പെടുത്താം. അപ്പോൾ ഇതാ ഞാൻ പറ്റും പോലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. അടി പിടിക്കാതെ തന്നെ ഇളക്കി ഇളക്കി വഴറ്റി എടുത്തിട്ടുണ്ട്. ഉപ്പുണ്ടോ? ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, എനിക്ക് ഉണ്ടാക്കണം. പറയണ്ട മോനെ. മാറിക്കൊടുക്കി മാറിക്കൊടുക്കി കലാമിന്റെ ആൾക്കാർ വേറെ ആരുമില്ല. തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ഇളക്കി ഇതിൻ്റെ ആ ഒരു പച്ചച്ചവയൊക്കെ അങ്ങ് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പം നമ്മൾ 12 കിലോനാണ് വെക്കുന്നത് കേട്ടോ. അപ്പം അതിനനുസരിച്ചാണ് മസാലയൊക്കെ കൂട്ടുന്നത്. അങ്ങനെ നമ്മൾ കഴുകി ക്ലീനാക്കിയ ചിക്കന് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ നന്നായിട്ട് കഴുകി ക്ലീനാക്കി വെള്ളം ഊറ്റി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ വെന്തു ഗൈസ്. ഓ, ഇനി നമുക്ക് അരി പുതിയ വ്ളോഗർ ഈ പായസം കുട്ടിക്കുന്നു ഗൈസ്. എല്ലാവരും കൂടെ പണിയെടുക്കുമ്പോൾ പായസം കുട്ടിക്കുകയാണ് ഗൈസ്. എന്താ ചെയ്യുക പായസം കൊണ്ട് പായസം കുട്ടിക്കുന്നത്. ഇടുക്കി അരി എന്തായാലും നോക്കുന്നു. ഗ്യാസിക്കാക്ക അടുത്ത ആളെ കല്യാണമാണ് ഗൈസ്. പുതിയ വ്ളോഗർ ചിക്കനൊക്കെ അവിടെ നല്ല രീതിയിൽ ഇതാക്കുന്നു. ചിത്രം മാത്രം മതി. അല്ല, നമുക്ക് മനസ്സിലാവാൻ എന്താ ചെയ്യുന്നതിന്. എന്റെ ഫോൺ ഇതെന്തെങ്ങനെ ചെരിഞ്ഞിട്ടൊക്കെ എന്റെ ഫോണോടെ വെക്ക്. അതൊന്നും കാണുന്നില്ല, അരി മാത്രമേ കാണുന്നുള്ളൂ. അടുത്തുള്ള അരി മക്കൾ വന്നൊരു സമയമാണ്. ചൂടോളം വെച്ചിട്ടായിട്ട് ചിരിക്ക്
എനിക്ക് വേറെ പരിപാടികളൊക്കെ ഉണ്ടായതുകൊണ്ട് വീഡിയോ എടുത്ത് നിൽക്കാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് കുട്ടികളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പം നിങ്ങൾക്ക് മധുഹൂത്തിൻ്റെ റെസിപ്പി മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്താക്കാം, ഒരു വ്ളോഗിലോ അല്ലെങ്കിൽ എൻ്റെ കുക്കിംഗ് ചാനലിലോ എങ്ങനെയെങ്കിലും ഞാൻ ഇടാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ചമ്മന്തിയാണ് കേട്ടോ. ഇതിലേക്ക് ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ്. ഈത്തപ്പഴം, ചെറിയുള്ളി, കറിവേപ്പില, ഇഞ്ചി അങ്ങനത്തെ സാധനങ്ങൾ ഇട്ടിട്ടുള്ളൊരു ചമ്മന്തി കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻഷാ അല്ലാഹ് പിന്നെ കാണിക്കാം. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു എന്ന് മാത്രം കേട്ടോ. മനസ്സിലായില്ല എന്നറിയാം. ഇതാണ് നമ്മൾ അക്കൂസ് വ്ളോഗർ കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ഓരോ പണിയിലാണ്. അപ്പോൾ വീഡിയോ എടുത്ത് ഇരിക്കാനുള്ള സമയമല്ല, ഒരുപാട് പേര് വരുന്നതാണ് കേട്ടോ. വലിയ പരിപാടി ആയതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. ഇനി കുട്ടികളൊക്കെ എടുക്കുന്ന വീഡിയോ ഒക്കെ അങ്ങനെ കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു റെസിപ്പികളൊക്കെ ഉണ്ടാക്കുന്നത് ഉപ്പാൻ്റെ പെങ്ങളെ മോളാണ് കേട്ടോ. താത്തയാണ് ഇതിലേക്ക് ഇഞ്ചിയൊക്കെ അരിയുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി തന്നെ ആയിരുന്നു കേട്ടോ ഇത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ റെസിപ്പി കണ്ട് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക, ഇല്ലെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടാം കേട്ടോ. നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്ത് കോരി എടുക്കാൻ കേട്ടോ. ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ ഒരാൾ വേണം. നമുക്ക് എന്തായാലും അവിടെ ജോലി ഉണ്ടാവുമല്ലോ. അപ്പോൾ നിതുമോളുണ്ടെങ്കിൽ പറ്റുമായിരുന്നോളൂ. ആ ഒരു എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് കറക്റ്റോള് വീഡിയോ എടുത്ത് വെക്കുമായിരുന്നു. പക്ഷെ ഫിദമോൾക്ക് എഡിറ്റിംഗ് അറിയാത്തതിനെ കൊണ്ടുള്ള വീഡിയോ ഏൽപ്പിച്ചാൽ ശരിയാവില്ല. ഫിദാക്കോ അക്കൂനോ ഒന്നും അറിയില്ല കേട്ടോ. ഇതാണ് അക്കൂസ്. കുറേയൊക്കെ വീഡിയോ ഓനെടുത്ത് ഒപ്പിച്ച് തന്നിട്ടുണ്ട്. പിന്നെ റിയമോള് ഷാഫ്ഖാൻ്റെ പെങ്ങളെ മോളാണ്, എൻ്റെ ഇളയ നാത്തൂൻ്റെ മോള്. ഓളും ഒരുപാട് വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ലെണ്ണയിൽ നിന്ന് നമ്മളിതാ വറ്റൽമുളക് കോരിയിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഇതിലേക്ക് വേണ്ടത് വെള്ളവും പുളിയും. ഇത്രയും സാധനങ്ങൾ ബാക്കിയുള്ള നല്ലെണ്ണയിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ കേട്ടോ. നന്നായിട്ട് വറുത്തെടുക്കുകയാണ്. വെളുത്തുള്ളി, ചെറിയുള്ളി, മല്ലിയില, കറിവേപ്പില, ഈത്തപ്പഴം, ഇഞ്ചി, ഇത്രയാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ താത്ത വിശദമായി നേരത്തെ പറഞ്ഞല്ലോ. ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് വഴറ്റി മാറ്റുകയാണ്. ഇനി ഇത് മാറ്റിയതിന് ശേഷമാണ് ഇതിലേക്ക് പുളിയും പിന്നെ അതുപോലെ തന്നെ ശർക്കരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഉരുക്കി എടുക്കുന്നത് കേട്ടോ. ഇത് പുളീൻ്റെ കുരുവും ചണ്ടിയൊക്കെ മാറ്റിയതിന് ശേഷം ആണ് ഇത് മൊത്തത്തിൽ ഒന്നായിട്ട് പാകത്തിന് ഉപ്പൂടെ ചേർത്ത് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ചമ്മന്തി ബാക്കിയൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് റെസിപ്പി കാണിക്കാം കേട്ടോ. അപ്പോൾ ഓരോ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോരുത്തർ വരുന്നുണ്ട്. ഉമ്മാൻ്റെ ആങ്ങളേൻ്റെ മക്കളെല്ലാവരും വന്നിട്ടുണ്ട്. ആങ്ങളമാരും അമ്മായിമാരും എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ കുടുംബസംഗമത്തിൻ്റെ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, പാട്ട് പാടി ചൂട്ടിയാണ് കേട്ടോ അത്. അപ്പോൾ അതാ ബാക്കിയോടെ എടുത്തിട്ടുണ്ട്. റിയമോളാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത്. എനിക്ക് ഇങ്ങനെ എടുക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാ ഉപ്പും കൂടെ താത്തയിലേക്ക് ചേർത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി നിങ്ങൾ കണ്ടോളൂ. ഇപ്പോൾ ഇതാ മുഴുവനും വഴറ്റിയിട്ട് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. ഇത്രയും പണിയെടുക്കുന്നതിനിടയ്ക്കും താത്ത ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് മക്കളെ ഫോൺ ഏൽപ്പിച്ചപ്പോൾ താത്ത ഒരുപാട് സഹകരിച്ചിട്ടാണ് കുട്ടികൾക്ക് റെസിപ്പി എന്താ പറയുക ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഒരു വീഡിയോ എടുക്കുന്നതിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ താത്ത. പിന്നെ അത് മൊത്തം കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഒരു പാത്രത്തിലേക്ക് തന്നെ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള പുളിയാണ് ആ വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ഒരുപാടാണല്ലോ, 12 കിലോന് റൈസിലേക്കാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്. അതാണ് അത്രയും പുളിയും ശർക്കരയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ താത്താനപ്പം ഇങ്ങനെ കാണിക്കുന്നുള്ളൂ. പിന്നെ താത്തയാണ് ഇവിടെ മെയിനായിട്ട് കുക്കിംഗ് ചെയ്യുന്നത്. റൈസും ചോറ് വെക്കുന്നതും മധുഹൂത്ത് ഉണ്ടാക്കുന്നതും അതിലേക്കുള്ള സോസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നല്ലോ, അതിലേക്ക് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി നന്നായിട്ട് ഉരുക്കിയെടുക്കണം. ഇത് നന്നായിട്ട് ഉരുക്കി വെന്ത് വരുന്ന സമയത്ത് ഇതിൽ ഒരു പുളീൻ്റെ കുരു അതുപോലെ നാരൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് മൊത്തമായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച വറ്റൽമുളകും എല്ലാം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ചമ്മന്തി റെഡിയാവും. ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല.
വെള്ളം ഒഴിച്ചെടുത്തു. അപ്പോത്തിന് വെള്ളം പറഞ്ഞിട്ട് എടുത്തിട്ടില്ല. ഒഴിച്ചില്ലേ? ഓളിന്റെ പേര് എഴുതി അപ്പൊ നിങ്ങൾക്ക് ക്രെഡിറ്റ് ഉണ്ടാവുന്നേ. അല്ല ഞാനല്ല ഇപ്പൊ ഇതിന്റെ ഫുള്ള് ഉണ്ടാവുക. അതിൽ ഉപ്പം നോക്കിയാ ഉണ്ടോ? ഇതിന് വെള്ളം പുളിയും കൂടെ ഒഴുക്കിയിട്ട് അതും ഇവിടെ ഇവിടെ പിടിച്ചിട്ടോ ഇനി ഉപ്പ് നോക്കണ്ടേ രോളിയാ? ഇനി ഉപ്പ് നോക്കേണ്ടി വരുമോ? പോരെ നീ അരിട്ടതിന് ശേഷമുള്ള അവസ്ഥ നോക്കി വെച്ച് നോക്കിയോക്കാം. എന്റെ ഒരു ഇതിന് എനിക്ക് തോന്നുന്നു ലേശം ഉപ്പ് വേണമെന്ന് താത്ത. വേണ്ടേ? ആ ഉപ്പ് മതിയാവും. വിറകിന് വെക്കണോ? വെക്കണോ? ഈ ചുരിദാർ നല്ല രസം ഇതിനോട് ഊരിയില്ല. കൊല്ല കമ്മലയുടെ മെറു ചിരിക്ക് ചിരിക്ക്. കണ്ണെവിടെ? കണ്ണ് കണ്ണെവിടെ? കണ്ണ് ചിരിക്ക് ചിരിക്ക്. മൂക്ക് മൂക്ക്. വായയുടെ വായി. അത് നാക്ക്. പല്ലെവിടെ? പല്ല് പല്ലെനിക്ക് പല്ല്. ചെവിയുടെ? ചെവി ചെവിയൊന്നും എനിക്കറിയില്ല. ആദ്യം കാണാൻ നിക്കല്ലേ ഈ ആ ഓളാണ്. ഞാനും നോക്കട്ടെ. നോക്കാണ്ടിരിക്കണ്ട പള്ള കോപ്പിക്കല്ലേ. ഞാനുണ്ടോ? ഞാൻ നോക്കണ്ട. ഞാൻ നോക്കിയാൽ അങ്ങനെ ഒടുക്കം നമ്മളെ മധുഹൂത്ത് റെഡി ആയിട്ടുണ്ട് മക്കളെ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു റെസിപ്പി ഉണ്ടല്ലോ ഞാൻ നേരത്തെ കാണിച്ച ഈത്തപ്പഴം ചമ്മന്തി സോസ് എന്നൊക്കെ പറയാം. നല്ലെണ്ണയിൽ നമ്മൾ വഴറ്റിയെടുത്തോണ്ട് തന്നെ നമുക്ക് ഒരുപാട് ദിവസം കേടുകൂടാതിരിക്കുന്നൊക്കെയാണ് പറഞ്ഞ കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് അത് അപ്പം തന്നെ തീർന്നിരുന്നു. അത്ര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം നമ്മളെ മൗലൂദ് പരിപാടിയാണ് കേട്ടോ. ഒരുപാടൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഭക്ഷണമൊക്കെ റെഡിയായി. നമ്മളെല്ലാവരും കഴിച്ച് നമ്മളെ അയൽവാസികളും ഫാമിലി കുടുംബം മൊത്തം ഉണ്ടായിരുന്നു കേട്ടോ.
കഴിച്ച് അങ്ങനെ സന്തോഷത്തോടെ നമ്മൾ മൗലൂദൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരെ. താങ്ക് യു.